അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര കൈലാസഗിരിക്കാണ്. കൈലാസഗിരി വാഗമണ്ണിൽ നിന്നും വെറും 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ കൈലാസഗിരിയിലോട്ടുള്ള ദൂരം. പോകുന്ന വഴി നമുക്ക് അതിമനോഹരമാണ്. ഫുള്ള് തേയിലത്തോട്ടങ്ങളും അതുപോലെ ഏലത്തോട്ടങ്ങളും, അതുപോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം പയ്യെ കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ആളുകളൊന്നും അറിഞ്ഞ് എത്താത്ത സ്പോട്ടുകളിൽ ഒരു സ്പോട്ടാണിത്. നമുക്കിത് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് കൈലാസഗിരിക്ക്. ഇത് കണ്ടില്ലേ, നല്ല പച്ചപ്പ് വിരിച്ച് കിടക്കുകയാണ്. രണ്ട് സൈഡും തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ നല്ല മനോഹരമായ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കൈലാസഗിരി എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഉമാമഹേശ്വര ടെമ്പിളാണ് ഇവിടെ ശരിക്കും ആ ടോപ്പിലുള്ളത്. നിങ്ങൾക്ക് വേണ്ട ആ മലയുടെ മണ്ടയിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ടെമ്പിള്. ഇവിടെ തിരക്ക് തീരെ കുറവാണ്. ഈ ആളുകളൊക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അത് കാരണം ഇവിടെ സ്ഥലത്ത് തിരക്ക് തീരെ കുറവാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് പശു കേട്ടോ. എന്തോ തൊഴുത്തോ അങ്ങനെ എന്തോ തോന്നുന്നു. പശു മാറി ഫുള്ള് പശുവാണോ? ഇൻഡിക്കേറ്റർ തിരി പശു. അങ്ങനെ ഓക്കെ. തിരിയല്ലേ കൊമ്പ് കൊള്ളും. ആണ് പട്ടിയാന്ന് തോന്നുന്നു ഈ പശുക്കളെ കൊണ്ടൊക്കെ പോകുന്നത്. ആഹാ, എന്നാ വ്യൂ ആന്ന് നോക്കിയേ, ഒരു രക്ഷയില്ല. ആഹാ, ഇവിടെ വേറെ ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. നമ്മൾ മാത്രമേ ഇപ്പോൾ ഈ ഒരു വഴിയിലുള്ളെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കിയേ, എന്നാ വ്യൂവും കാര്യങ്ങളൊക്കെയാന്ന് നോക്കിയേ. രണ്ട് സൈഡും തേയിലത്തോട്ടം, ഇങ്ങേയറ്റം എല്ലാം മല കാര്യങ്ങൾ. ഒരു രക്ഷയില്ലാത്ത സൈറ്റിങ്ങും വിസിറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളെന്തായാലും ഇവിടെ വന്നിരിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ 7-8 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ വാഗമണിലോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ കയറി വരുന്ന ഒരു സ്പോട്ടാണ് കൈലാസഗിരി. അതുപോലെ തന്നെ വേറൊരു സ്പോട്ടാണ് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിനടുത്തുള്ള റോസ്മല എന്നൊരു ലൊക്കേഷൻ. അതും നല്ല അടിപൊളി ലൊക്കേഷനാണ്. അത്യാവശ്യം മഴയൊക്കെയുള്ള സമയത്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം 2-3-4 വാട്ടർ ക്രോസിങ്ങും അതുപോലെ നല്ല പച്ചപ്പും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീലാണ്. നല്ല വൈബുള്ള സ്ഥലം തന്നെയാണ് റോസ്മലയും. ഈ രണ്ട് സ്ഥലത്താണ് ഞാൻ പോയതിൽ എനിക്ക് പിന്നെ പോകണം എന്ന് തോന്നിയ ഒരു സ്ഥലം ഇതല്ലേ. അത്യാവശ്യം അതാണ് ആ വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ കുറേയൊക്കെ ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കയ്യിൽ അഡ്വഞ്ചർ വണ്ടി ആയതുകൊണ്ട് നമ്മൾ പറപ്പിച്ചങ്ങ് പോവാണ്. കാറും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കുറേയൊക്കെ ഇനി വരും. ബാക്കി അത്യാവശ്യം ഏതായാലും ഓഫ് റോഡ് വണ്ടി കൊണ്ട് വന്നില്ല വന്നാലേ അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ആവും, അല്ലെങ്കിൽ കുറച്ച് നടക്കേണ്ടി വരും. നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ നിന്നുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ഹിറ്റാച്ചിയൊക്കെ ഉണ്ട്. വഴിയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് കാർ കയറി വരും. ബാക്കി ഇനി ഇവിടുന്ന് അങ്ങോട്ട് മണ്ടയ്ക്കോട്ട് പോകുന്ന വഴിയാണ് ഇച്ചിരി ടാസ്ക്. വലിയ ടാസ്ക് ഒന്നും പറയാനില്ല, ഒരു മൈൽഡ് ഓഫ് റോഡ് അത്രയേ ഉള്ളൂ. അതല്ലേ, നമ്മളിപ്പോൾ നൈസായിട്ട് നിന്ന് അങ്ങ് ഓടിച്ചുകൊണ്ടങ്ങ് പോകുന്നേ ഉള്ളൂ. ഇതിന് മുന്നേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പായിപ്പാട് നിന്നൊരു ഗ്യാങ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മളൊന്നും ഇട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. മോട്ടോഫോക്സ്കാരെ എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. മെയിനായിട്ട് ബുള്ളറ്റിൻ്റെ വർക്കും കാര്യങ്ങളും അതുപോലെ റിസർവേഷൻ കാര്യങ്ങളൊക്കെയാണ്.
ഫുള്ള് പിൻ ടു പിൻ റിസർവേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ പുറകെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വലിയ കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഈ വഴി തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ വഴിയാണ് പോയത്. ഈ വഴി തന്നെയാണ് ആണല്ലേ. ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇപ്പം കാറൊക്കെ കയറിപ്പോൾ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി നേരത്തെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂടൊന്നും അറിയാനില്ല. നല്ല തണുപ്പുണ്ട്, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും സമയം ഇപ്പം 11 മണി 12 മണിയൊക്കെ ആവുന്നു, എന്നിട്ടും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡൊക്കെ ഫുള്ള് ഫെൻസിങ് കിട്ടി കേട്ടോ. നേരത്തെ ഫെൻസിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫെൻസിങ് അല്ല, വേലി. നമ്മൾ മാത്രം കയറി മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നിങ്ങൾ വാഗമണ്ണ് വരുന്നവരാണ് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. കുട്ടിക്കാനത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റ് വാഗമണ്ണ് അങ്ങോട്ട് ജസ്റ്റ് തിരിയുക. തിരിഞ്ഞ് 2 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലത്തേക്കുള്ള വഴിയാണ് കൈലാസഗിരിക്കുള്ള വഴി. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി. കൈലാസഗിരിയിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കും. നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനൊരു റൈഡൊക്കെ പോയിട്ട് സത്യം പറഞ്ഞാൽ ബൈക്കിൽ നമ്മൾ റൈഡൊക്കെ പോകുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും സമയമൊന്നും കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞായറാഴ്ചയാണ് നമ്മൾ ചാടി ഇറങ്ങിയതാണ്. ഇനിയിപ്പം കണ്ടിന്യൂസ് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ അതിൻ്റെ താഴെ വരെ ചെല്ലാം. താഴെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും മലകളാണ്. ഇവിടെ ഭയങ്കരമായിട്ട് കാട് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ബെൽ ബട്ടൺ കൂടി ഓണാക്കി ഇടുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ഈ സെയിം പേജ് ട്രാവൽ വിത്ത് ഷാ എന്ന പേജ് കൂടെ ഫോളോ ചെയ്യുക. അതിനകത്താണ് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുക. നമ്മൾ കൈലാസഗിരിയുടെ ഏകദേശം എത്തിയിരിക്കുകയാണ്. വേണ്ട, നമുക്ക് ആദ്യം ഇങ്ങോട്ട് ഇച്ചിരി മുന്നോട്ട് പോയി നോക്കാം. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇപ്പം നമ്മൾ കണ്ട ചെറിയ മലയില്ലേ, അതുകൂടെ നമുക്ക് വലിഞ്ഞു കയറാം. അത്യാവശ്യം നല്ലൊരു ഓഫറാണ് ഇവിടെ. ഓക്കെ. 1 2 3 ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ. ബാക്കി നമുക്ക് നടന്ന് മണ്ടയ്ക്ക് കയറാനുള്ളതാണ്. എന്ത് മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയേ. ഇവിടെ അധികം ആൾക്കാർ എത്തിപ്പെട്ട് തുടങ്ങി. ഇതുണ്ടല്ലേ, കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഇപ്പോൾ ഒന്ന് ഇറങ്ങിയപ്പം വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. ഒരുപാട് ആളുകളിലേക്ക് എത്താനുണ്ട് ഇനിയും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ച് മാനിനെ കണ്ടു. ആ സൈഡിൽ മാനിനെ കണ്ടായിരുന്നു. നമുക്കപ്പം ഈ ചെറിയൊരു വലിയ മല കയറാം. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. നല്ല കുത്തനെയുള്ള കയറ്റവും കൂടാണ്. നമുക്കത് അടിച്ച് വിട്ട് കയറാം. ഓക്കെ. കറക്റ്റ് പാളത്തിൽ കൂടെ പോയിരുന്നുണ്ടെങ്കിൽ താഴെ വീഴും. ഓക്കെ. അപ്പം വലിയ സീനൊന്നുമില്ല. നേരത്തെ പറയാൻ വലിയ സീനൊന്നുമില്ല. ഇപ്പം അത്യാവശ്യം വെള്ളം ഒലിച്ച് പോയിട്ടാണെന്ന് തോന്നുന്നു. ക്ലിയർ ആയിട്ടുണ്ട്. ഇതാണല്ലേ. നീലക്കുറിഞ്ഞിയാണോ? നീലക്കുറിഞ്ഞല്ല, പിങ്ക് കുറിഞ്ഞി. അങ്ങനത്തെ നമ്മൾ കൈലാസഗിരി എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, എങ്ങോട്ട് നോക്കിയാലും ചുറ്റും മലകൾ. ഇവിടെ ഒന്നും ഒരൊറ്റ മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. കണ്ടില്ലേ, പീസ്ഫുള്ളായ സ്ഥലം. അതിന് നേരെ മണ്ടയ്ക്ക് ചെറിയൊരു ഷെഡ് പോലെ കാണുന്നുണ്ടോ?
അതാണ് കൈലാസഗിരി അമ്പലം, ഉമാമഹേശ്വര അമ്പലം. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാത്രമേ നമ്മളിതിന് മണ്ടയ്ക്ക് കയറിയിട്ടുള്ളൂ. അത്യാവശ്യം ഇച്ചിരിയേറെ നടക്കാനുണ്ട്. നമ്മളീ കാണുന്നവരല്ല, നമ്മൾ 2 രൂപ വെള്ളമെങ്കിലും കൈ കരുതണം കയറുന്നവർ. നമുക്കപ്പോൾ ഇവിടുത്തെ വിഷ്വലൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മല തിരിച്ചിറങ്ങുകയാണ്. ഒന്നെങ്കിൽ പെട്ടെന്ന് നിരങ്ങി താഴെ എത്തും, അല്ലെങ്കിൽ പയ്യെ ഇറങ്ങും. ABS എല്ലാം ഓഫാക്കിയിട്ടിരിക്കുകയാണ്. കാട്ടിക്കയറി പയ്യെ ഇറങ്ങാം. ചെറിയ രീതിയിലൊന്ന് കാട്ടിക്കയറിപ്പോയി, കുഴപ്പമില്ല. ഒത്തിരി നാളായി ഒരു അഡ്വഞ്ചർ റൈഡൊക്കെ വന്നിട്ട്, അതിൻ്റെയൊക്കെ ആയിരിക്കണം. ഓക്കെ, സേഫ് ലാൻഡഡ്. നമ്മൾ വീഡിയോ കാണുന്നതല്ല, നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ നമുക്ക് പോവാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇതിനകത്തോടെ ഒന്ന് ഇറക്കിയേക്കാം. എന്തിനൊക്കെയോ പില്ലറൊക്കെ പണിയുന്നുണ്ട്. ചിലപ്പോൾ എന്തായാലും ബിൽഡിങ്ങൊക്കെ പണിയാൻ വേണ്ടിയൊക്കെ ആയിരിക്കണം. എന്നാൽ ഇതിലേ കൊണ്ടൊന്ന് കയറ്റിയേക്കാം അല്ലേ. ഓക്കെ, അങ്ങനെ ഒരു ഇതും കഴിഞ്ഞു. നമുക്കിനി ഇറക്കാം. ഓക്കെ, സേഫ് ലാൻഡഡ്. ഒന്നുകൂടെ ഒന്ന് അടിക്കാം അല്ലേ. ഇവിടെ ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ ചാടിക്കുന്നതാണ് അല്ലേ. ഓക്കെ, നമുക്കെന്നാൽ പോയേക്കാം. ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും അറിയത്തില്ല ഈ ഒരു സ്ഥലം. അത്യാവശ്യം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല കോടയും ഒക്കെ ഉള്ള ഒരു സ്പോട്ട് കൂടിയാണ്. നല്ല അത്യാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര കോട, നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. ഇന്ന് നോയമ്പും കാര്യങ്ങളൊക്കെയാണ്. യാത്ര ചെയ്യുമ്പം നിനക്ക് ദാഹിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മൾ വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 180 കിലോമീറ്റർ താഴെ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തിരിച്ച് റിട്ടേൺ 2 സൈഡ്. ഇനിയിപ്പോൾ ചെല്ലുക, ഒരൊറ്റ കിടത്തം ഉറങ്ങുക, വൈകുന്നേരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സമയം 6 ആകുമ്പോൾ പോയി നോയമ്പ് തുറക്കുക. ഇനിയിപ്പം ചെല്ലുക, ഉറങ്ങുക, ഈ പരിപാടി മാത്രമേ ഉള്ളൂ. ഞായറാഴ്ചയും കൂടാണ്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.